മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനിട്ടുള്ള തിരിച്ചടികളുടെ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം എന്നോണം മഞ്ജുവിനോട് മോശമായി പെരുമാറിയ ആ ഒരു തുണിക്കടയിലെ മാനേജറിനെ കാണാനാണ് നമ്മുടെ മാർക്കോയും ലോപ്പസും ഇന്ന് പോകുന്നത്. മാർക്കോയ്ക്കാണെങ്കിൽ മഞ്ജുവിനോട് ആ മാനേജർ അപമര്യാദയായി പെരുമാറിയെന്ന് കേട്ടപ്പോൾ മുതൽ ഭയങ്കര വിഷമവും ദേഷ്യവും വരുന്നുണ്ട്. അതുപോലെ തന്നെ സാഗറിനെ മഹാലക്ഷ്മി ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കേട്ടപ്പോഴും അവരോടും ചെറിയ നീരസമില്ലാതില്ല. ആ നീരസം കണ്ണനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവരുടെ ആ കഷ്ടപ്പാടിനെ നിങ്ങൾ മാനിക്കണമെന്നും ആ മേഘനാഥൻ പിന്തുടർന്ന് അവരെ ശല്യം ചെയ്യുന്നത് പോലെ നിങ്ങളും ആകരുത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ കണ്ണനും പറയുന്നുണ്ട്, അവൻ്റെ കൈകൾ ശുദ്ധമല്ലാത്തത് കൊണ്ട് മാത്രമാണ് തോമസ് സാറ് പോലും ഇപ്പോഴും അവനെ ജോലിയിൽ നിന്ന് തിരികെ എടുക്കാത്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയതാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ ഒരുപാട് മാറിയെന്ന് പറഞ്ഞ് മാർക്ക് കോള് കട്ട് ചെയ്യുമ്പോൾ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാർക്കോയ്ക്കും ചെറിയ നീരസം ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും എനിക്കും ഇപ്പോൾ ഓർക്കുമ്പം വിഷമമുണ്ട്. എങ്ങനെ ജീവിച്ചൊരു പെൺകുട്ടിയാണ് അവൾ ഈ അവസ്ഥയിൽ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്തായാലും ആ സാഗറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട കാര്യമില്ലായിരുന്നു. കക്കാനും മോഷ്ടിക്കാനൊന്നും അല്ലല്ലോ വന്നേ, കൂലിപ്പണി എടുത്തായാലും ജീവിക്കാനല്ലേ എന്ന് കണ്ണൻ പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മുടെ സ്ഥാപനങ്ങളിൽ അവളെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് കണ്ണേട്ടൻ്റെ ഏതെങ്കിലും സ്വാധീനം വഴി മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റില്ലേ? ആ വഴിക്ക് തന്നെ ഞാനും ആലോചിക്കുന്നതെന്ന് കണ്ണനും പറയുന്നു. മാർക്കോയാണെങ്കിൽ ഓപ്പസിനോട് പറയുന്നു, മഞ്ജു ഇപ്പോൾ എൻ്റെ ആരായിട്ട് വരും? സാഗർ മഞ്ജുവിനെ വിവാഹം കഴിച്ച സ്ഥിതിക്ക് നിൻ്റെ പെങ്ങളായിട്ട് വരും. പെങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ പരിഹരിക്കേണ്ടത് ആങ്ങളയുടെ ചുമതലയല്ലേ? അത് പിന്നല്ലാതെ. അപ്പം നാളെ തന്നെ ആ മാനേജറെ കാണാൻ പോകണം. ആ മാനേജറിന് എന്തു കൊടുക്കണം? ഇനി മേല മറ്റൊരു പെൺകുട്ടികളോടും മോശമായി പെരുമാറാത്ത രൂപത്തിലുള്ള തിരിച്ചടി കൊടുക്കണമെന്ന് ലോപ്പസും പറയുമ്പോൾ മാർക്കോയും പറയുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കാൻ വരുന്ന പാവപ്പെട്ട സെയിൽസ് ഗേളിനോട് ഇങ്ങനെ പെരുമാറുന്ന ഇവനൊന്നും രണ്ട് കൊടുക്കാതെ പോകുന്നത് മോശമാണെന്നും നാളെ തന്നെ അവനെ പോയി കണ്ടതിന് ശേഷം നമ്മുടെ മഞ്ജുവിൻ്റെ ധൈര്യം കൂട്ടണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ മാർക്കോ മാനേജറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഒരു പുഞ്ചിരിയോടെയാണ് കയറി വരുന്നത്. ആദ്യം നമ്മുടെ മാനേജർക്ക് മനസ്സിലായില്ലേ എന്തോ, കാര്യങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇന്നലെ ഇവിടെ ജോലിക്ക് വന്ന മഞ്ജുവിനോട് നീ മോശമായി പെരുമാറിയോ എന്നും ചോദിച്ച് ചന്ന പിന്നെ പൊട്ടിക്കുന്നുണ്ട്. നീ ആ മേഘൻ്റെ വാക്കും കേട്ടിട്ടാണോ അധ്വാനിച്ച് ജീവിക്കാമെന്ന പാവം പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നും ചോദിച്ച് കവിളത്തും ദേഹത്തും മാറിയും തിരിഞ്ഞും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോ ചോദിക്കുന്നു, ആ പെൺകുട്ടി ഇവിടെ ആരോടെങ്കിലും മോശമായി പെരുമാറിയോ? അല്ലെങ്കിൽ പറഞ്ഞ ജോലി ചെയ്യാതിരുന്നോ? പിന്നെ എന്തിൻ്റെ പേരിനാണ് നീ അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്? അതാ മേഘനാഥൻ പറഞ്ഞിട്ടാ. മേഘനാഥൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ ആരെയും പുറത്താക്കുമോ? അല്ലെങ്കിൽ ആരോടെയും മോശമായി പെരുമാറുമോ എന്നൊക്കെ മാർക്കോ ചോദിക്കുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. മഞ്ജുവിന് ഇവിടെ തന്നെ ജോലി കൊടുക്കാൻ നാളെ മുതൽ മഞ്ജു ജോലിക്ക് വന്നോട്ടെ, ഞാനിനി ഒരിക്കലും മോശമായി പെരുമാറില്ല എന്നൊക്കെ വാക്ക് കൊടുക്കുന്നു. മഞ്ജു നാളെ തന്നെ ഇവിടെ ജോലിക്ക് വരും. ആ മേഘനെ ഒന്ന് വിളിച്ചറിയിച്ചേരെ. അവനല്ല ആര് വന്ന് പറഞ്ഞാലും താൻ ഇനി അവളുടെ ജോലി എടുത്ത് കളയില്ലെന്ന്. പിന്നെ അവളോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയതിൻ്റെ 10 ഇരട്ടി ഞാൻ തിരികെ തന്നിരിക്കും എന്ന് പറഞ്ഞ് മാർക്കോ അങ്ങ് പോകുമ്പോഴത്തേക്കും മാനേജർ ആകെ പെട്ട് നിൽക്കുന്നുണ്ട്. ശേഷം മാനേജർ മേഘനെ വിളിച്ചു പറയുന്നു, നാളെ മുതൽ പിരിച്ചുവിട്ട മഞ്ജുവിന് ജോലി കൊടുത്തേ പറ്റൂ. അതെന്താ തനിക്കെന്താ പെട്ടെന്ന് അവളോടൊരു സഹതാപമൊന്നുമല്ല സാറേ, അവളുടെ സഹോദരനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്ത ഇവിടേക്ക് വന്നിരുന്നു. അവ എന്നെ ഇഷ്ടം പോലെ ഉപദ്രവിച്ചു. ആരാ? മാർക്കോ എന്നും കണ്ടാ പറഞ്ഞത്. മാർക്കോയോ? മാർക്കോ വന്നിരുന്നോ? ആ വന്നിരുന്നു സാറേ. എൻ്റെ ദേഹത്ത് അടി കിട്ടാത്ത ഒരു സ്ഥലം പോലും ഇനി ഇല്ലെന്നൊക്കെ അയാൾ പറയുന്നു. മാത്രമല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിരോധം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്ക്, അതിനിടയ്ക്ക് എന്നെ പിടിച്ചിടല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് കോള് കട്ട് ചെയ്യുമ്പോൾ മേഘൻ ആകെ വിളറി വെളുത്ത് നിൽക്കുന്നു. തൻ്റെ ഒരു പ്ലാൻ പൊളിഞ്ഞല്ലോ എന്നുള്ള രൂപത്തിൽ. അപ്പം മാർക്കോയാണെങ്കിൽ ഓപ്പസിനോട് പറയുന്നുണ്ട്, മേഘനിട്ട് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ തിരിച്ചടിയാണിത്. അവൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അടുത്തൊരു തിരിച്ചടിയും കൂടി കൊടുക്കണം. നമ്മുടെ കരുണയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുന്നുണ്ട്. ഇന്ന് കരുണാലയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇത്രയും ദിവസം കരുണ ഹോസ്പിറ്റലിൽ കടന്നെങ്കിലും മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും വാക്ക് മാനിച്ച് ഒരു ദിവസം പോലും സ്വന്തം മകളെ പോയി കാണാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കരുണയെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും കരുണ ദേഷ്യത്തോടെ പറയുന്നു, തൊട്ടുപോകരുത്. ഇതുപോലൊരമ്മയെ ഇനി ലോകത്ത് ആർക്കും കിട്ടരുത്. കരുണയുടെ വർത്താനം കേട്ടാൽ തോന്നും വിഷപ്പായസം കലർത്തി മനഃപൂർവ്വം മോഹിനിയമ്മയും മഹാലക്ഷ്മിയും കൂടി ചേർന്ന് കരുണയ്ക്ക് കൊടുക്കാൻ മോഹിനിയമ്മയും കൂട്ടുനിന്നതായിരിക്കുമെന്ന്.
അവളുടെ മൂത്ത മകൾ അമ്മയാകുന്നതിന് മുമ്പ് ഇളയ മകൾ അമ്മയായതിൻ്റെ ദേഷ്യമായിരുന്നു അവൾക്ക്. ഇപ്പോൾ അവൾക്ക് സന്തോഷമായി കാണും. എന്നും അങ്ങ് അമ്പലത്തിൽ പൂജയും പ്രാർത്ഥനയായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. മാറി നിൽക്കടി, എൻ്റെ കുഞ്ഞിൻ്റെ 7 അയലത്ത് പോലും കണ്ടുപോകരുതെന്നൊക്കെ മുത്തശ്ശിയും മോഹിനിയമ്മയോട് പറയുന്നുണ്ട്. എന്നാൽ പ്രതാപൻ വലിയ രൗദ്രമൊന്നും കാണിക്കുന്നില്ല. മഹാലക്ഷ്മി എന്തൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അതുപോലുള്ള സത്യങ്ങൾ ഇപ്പം മോഹിനിയമ്മയ്ക്കും അറിയാമെന്ന് പ്രതാപൻ അറിയാം. മാത്രമല്ല മഹാലക്ഷ്മി ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അമ്മയോ എന്നെ ദ്രോഹിക്കാൻ വന്ന പല ചോദ്യങ്ങൾക്കും താൻ ഉത്തരം പറയേണ്ടി വരുമെന്ന്. അതൊക്കെ ഭയന്ന് പ്രതാപൻ ഒന്ന് തവിക്കുന്നുണ്ട്. കുഞ്ഞു നഷ്ടമായ ദേഷ്യത്തിലിരിക്കുന്ന ഉണ്ണി അവൻ്റെ അച്ഛനെ കൊന്നത് താനാണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകളുടെ ഭാവി അത് ബാധിക്കുമെന്നുള്ളൊരു ബോധവും പ്രതാപനുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ നിഴൽവട്ടത്ത് പോലും നീയും നിൻ്റെ മോളും വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ നീ എന്തിനാ അവളെ പിടിക്കാൻ വരുന്നതെന്ന് പ്രതാപനും ചോദിക്കുന്നു. അങ്ങനെ ദേഷ്യത്തോടെ എല്ലാവരും അകത്തേക്ക് കയറിപ്പോകുന്ന സമയത്ത് ഉണ്ണിയുടെ കൈ പിടിച്ച് മോഹിനിയമ്മ ചോദിക്കുന്നു, ഇനിയെങ്കിലും മോന് നന്മയോടൊപ്പം ചേർന്ന് നിന്നൂടെ? പെട്ടെന്ന് കൈ എടുത്ത് തട്ടി മാറ്റിയിട്ട് ഉണ്ണി അകത്തേക്ക് കയറിപ്പോകുന്നു. അതായത് ഉണ്ണിക്കിപ്പോഴും യാതൊരു മാറ്റവും ഇല്ല, നല്ലവനാവാൻ ഒരു ഉദ്ദേശവും ഇല്ലെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ എന്തൊക്കെയായി തീരുമെന്ന്. കരുണയുടെ അഹങ്കാരത്തിന് വലിയ മാറ്റമൊന്നുമില്ല. കിട്ടാവുന്നതിലും ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിട്ട് പോലും അവൾക്ക് ഒന്നും മനസ്സിലാകുന്നും പഠിക്കുന്നുമില്ല. കാത്തിരിക്കാൻ ഒരു മാറ്റത്തിനായിട്ട്.